ബോളിവുഡിലെ താരരാജാക്കന്മാരിൽ ഒരാളെന്ന താരപരിവേഷവും ആരാധകർ നെഞ്ചിലേറ്റിയ ഇളയ ദളപതി എന്ന വിളിപ്പേരും കൂടെയുണ്ടെങ്കിലും വിവാദങ്ങൾക്ക് തിരികൊളുത്തി സിനിമാ റിലീസ് ദിനങ്ങൾ തള്ളി നീക്കിയ നടനാണ് വിജയ്. ആദ്യഘട്ടത്തിൽ പ്രണയനായകനായി വെള്ളിത്തിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയ് പിന്നീട് അഗതികളുടെ കണ്ണീരൊപ്പുന്ന കാവൽക്കാരനായി മാറിയ പ്രകടനമാണ് വെള്ളിത്തിരയിൽ കാണാൻ സാധിച്ചത്. വിജയ് സിനിമകൾക്കെതിരെ തമിഴ്നാട്ടിലെ പ്രമുഖ പാർട്ടികളായ അണ്ണാഡിഎംകെയും ബിജെപിയും എല്ലാം ശബ്ദിച്ചിരുന്നത് എല്ലാവർക്കും അറിയാം. ഇളയ ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനം ഉടൻ ഉണ്ടാകുമെന്ന് വിളംബരം നടത്തി 2010 പുറത്തുവന്ന കാവലൻ മുതൽ വിജയ് നേരിടുന്ന ഒന്നാണ് റിലീസിന് മുൻപുള്ള വിവാദങ്ങൾ. അടുത്തിടെ ഇറങ്ങിയ സർക്കാരിലും അത് പ്രതിഫലിച്ചു. താൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് സിനിമയിലെ ഓരോ ഡയലോഗുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സിനിമയിലെ വിവാദ രംഗങ്ങൾ തമിഴ്നാട്ടിൽ വെട്ടിമാറ്റിയതും ജയലളിതയുടേത് എന്ന് തോന്നിക്കുന്ന കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്തതും കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ സർക്കാർ ഭയക്കുന്നു എന്നതും സർക്കാർ നേരിടുന്ന തിരിച്ചടികൾക്ക് സിനിമ എന്ന മാധ്യമം വഴി ചോദ്യം ചെയ്യൽ ഉണ്ടാകരുതെന്നതിനും ഭരണകൂടം ശ്രമിക്കുന്നു എന്ന കാര്യവും ഇപ്പോൾ വ്യക്തമാവുകയാണ്. 8 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ കാവലൻ എന്ന വിജയ് ചിത്രം ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിലെത്തിയത്. ഇതിനു പിന്നിൽ DMK സർക്കാരാണെന്ന ആരോപണം ശക്തമായിരുന്നു. മുസ്ലിം വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടെന്ന ആരോപണവുമായി 2012 ഇറങ്ങിയ തുപ്പാക്കിക്കെതിരെ പ്രതിഷേധങ്ങൾ നടത്തി. 2013 തലൈവ എന്ന സിനിമ എത്തിയപ്പോൾ വഴിമുടക്കിയത് അന്നത്തെ അണ്ണാഡിഎംകെ സർക്കാരാണ്. 2014 പുറത്തിറങ്ങിയ കത്തിക്കും സ്ഥിതി മറിച്ചല്ല. സിനിമയെ എതിർത്ത് ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിരുന്നു. 2016 തെറി എത്തിയപ്പോൾ ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറായില്ല. 2017 മെറിസലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങളുടെ പേരിൽ BJPയും രംഗത്തെത്തി. ജോസഫ് വിജയ് എന്ന യഥാർത്ഥ പേര് വിജയ് മറച്ചുവെക്കുകയാണെന്ന് BJP ദേശീയ സെക്രട്ടറി H. രാജയുടെ പരാമർശം വൻ വിവാദമായി. സർക്കാർ സിനിമയിലെ രംഗങ്ങൾ മുറിച്ചു മാറ്റണമെന്ന AIDMK സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് രജനീകാന്തും വിശാലും ഖുഷ്ബുവും രംഗത്ത് വന്നിരുന്നു. സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയിലെ രംഗങ്ങൾ മാറ്റണമെന്ന് പറയുന്നത് നിയമവിരുദ്ധമാണെന്നും രജനീകാന്ത് തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.